ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡേ 8 ആണ്. ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും പോവേണ്ട സ്ഥലത്ത് പോകുന്നത്. നമ്മൾ ജമ്മു ടു ശ്രീനഗർ പോവുകയാണ്. ജമ്മുവിലെ കാഴ്ചകളെല്ലാം കണ്ടു. മെയിനായിട്ട് കാർ സർവീസിനാണ് നമ്മളിവിടെ ഒരു സ്റ്റേ എടുത്തത്. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്റ്റേ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നേരെ ശ്രീനഗറിലേക്ക് പോവുകയാണ്. ശ്രീനഗറിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഒരു 5 days നമ്മൾ അവിടെ ഉണ്ടാവും ശ്രീനഗർ. അവിടെ നിന്നാണ് നമ്മൾ ലഡാക്കിലേക്ക് പോകുന്നത്. എന്തായാലും ഇപ്പം നമ്മൾ ശ്രീനഗറിലേക്കാണ് പോകുന്നത്. ശ്രീനഗർ 5 days ഉണ്ടാവും. അവിടുത്തെ കാഴ്ചകൾ കംപ്ലീറ്റ് കണ്ടിട്ട് നമ്മൾ ലഡാക്കിലേക്ക് പോകുന്നുള്ളൂ. സോ നമുക്ക് പോവാം. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ ആ സ്വർഗത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ജമ്മുവിൽ കാണാൻ പറ്റാത്ത വിഷമം. ഞാൻ ജമ്മു ഇങ്ങനെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് കേട്ടോ. അപ്പോൾ ജമ്മു ഒരു വലിയൊരു ടൗണാണ്, ഒരു സിറ്റിയാണ്. അവിടെ ഇങ്ങനെ മരങ്ങളും ഹൈ റേഞ്ചും വ്യൂവും ഒന്നും പ്രതീക്ഷിക്കണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു അരമണിക്കൂറായിട്ടേ ഉള്ളൂ നമ്മൾ ശ്രീനഗർ പോകുന്ന റൂട്ടിൽ. ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്കിനി ശ്രീനഗർ എത്തും മുന്നേ വൈഷ്ണോദേവി ടെമ്പിളിൽ പോയിട്ട് പോവാവേ. നമ്മൾ പെട്രോൾ അടിച്ചിട്ട് പോകാമെന്ന് കരുതി ജമ്മു മെയിൻ സിറ്റിയിൽ നമുക്ക് അടിക്കാൻ ഇന്നലെ പറ്റില്ല കേട്ടോ. ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു 100-300 കിലോമീറ്റർ ശരിക്കും പറഞ്ഞാൽ ശ്രീനഗർ വരെ ഉള്ളൂ. പക്ഷെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല, വിശ്വസിച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് കണ്ട ഒരു പമ്പിൽ കയറി ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോകാൻ കരുതി. ഇവിടെ 96 രൂപ കേട്ടോ പെട്രോളിൻ്റെ റേറ്റ്. ജമ്മു കഴിഞ്ഞ് നമ്മൾ കുറേ ഇങ്ങനെ വന്നിട്ട് ഇവിടെ എല്ലാം പണി നടക്കുകയാണ്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഭയങ്കര ഹൈറ്റ് ചെയ്യുകയാണ്. റോഡ് തന്നെ അതിന് ട്രെയിനിൻ്റെ ആണോ കാറിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല. ഭയങ്കര ഹൈറ്റിൽ ചെയ്തിരിക്കുന്നു. പക്ഷെ ഇവിടെ എല്ലാം കംപ്ലീറ്റ് പണി നടക്കുകയാണ്. ഒരു 10 വർഷം കഴിഞ്ഞ് വരാമെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇതുവഴി പാസ് ചെയ്ത് പോകാം കേട്ടോ. ഈ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് സുഖമായിട്ട് പോവാം. അവിടെയൊക്കെ പണി നടക്കാം കേട്ടോ. ഫുൾ പണി നടക്കുകയാണ്. റോഡ് തന്നത് അതൊരു കാറൊക്കെ വരുന്നു. അപ്പോൾ ഇത് പണി കഴിഞ്ഞാൽ നമ്മുടെ കാറ് ഇതിൻ്റെ മുകളിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ഈ താഴത്തെ റോഡ് ടച്ച് ചെയ്യണ്ട. ശരിക്കും പറഞ്ഞാൽ പത്താംകോട്ട് കഴിഞ്ഞിട്ടുള്ള റൂട്ട് ഞാൻ ഇങ്ങനെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ജമ്മു കഴിഞ്ഞിട്ടാണ് ഈ റൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 സൈഡിലും പാറയോ മണ്ണോ ഒക്കെ കുത്തി പൊട്ടിച്ചിട്ടൊക്കെയാണ്. ഇതൊക്കെ പാറ എന്തോ പൊട്ടിച്ചാണ് ഇവിടെ റോഡ് വന്നിരിക്കുന്നത്. പണികളെല്ലാം കഴിഞ്ഞാൽ സൂപ്പർ റോഡായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ കാണിച്ച ആ ഒരു വലിയ ഹൈറ്റിൻ്റെ സംഭവമില്ലേ, അത് പണി കഴിഞ്ഞാൽ അത് ഇങ്ങനെ വരും. ഇത്രയും ഹൈറ്റിലായിരിക്കും നമ്മൾ പോകുന്നത് കേട്ടോ. ഇതതുപോലെ പണി കഴിഞ്ഞാൽ ഒരു റോഡിലാണ് നമ്മൾ കയറിയിട്ട് നമുക്ക് ഫുൾ ജമ്മു കാണാൻ പറ്റും. നല്ല ഹൈറ്റിനുള്ള ഒരു സ്ഥലം കേട്ടോ ഇത്. അതെ, ഇതുപോലെ ഹൈറ്റിന് പോകുന്ന സ്ഥലം സാധാരണ പണി നടക്കുകയാണ്. നമ്മൾ താഴെ കണ്ടതാട്ടോ ഇത്. ഇതെല്ലാം നമ്മുടെ NH44 ആട്ടോ. കന്യാകുമാരി ശ്രീനഗർ NH44 ആണ്. നാഷണൽ ഹൈവേസ് 44 ആണ് ഈ പോകുന്ന റൂട്ടെല്ലാം. പിന്നെ പമ്പുണ്ട് കേട്ടോ, നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ ജമ്മു ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങോട്ടത്തെ അവസ്ഥകളൊന്നും നമുക്കറിയാൻ പറ്റില്ല. ബ്ലോക്കോ കാര്യങ്ങളൊക്കെ വന്നാൽ മണിക്കൂറുകളോളം ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം തന്നെ കാറിലിരിക്കേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് താഴെ നിന്നെപ്പോഴും നമ്മൾ ഫ്യൂൽ ഫില്ല് ചെയ്ത് ഫുള്ളാക്കിയിട്ട് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുക. പമ്പുകളുണ്ട് ധാരാളം. എങ്കിലും ഒരു സേഫ്റ്റി സൈഡ് ബൈ കാറാണ് വരുന്നതെങ്കിൽ ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യുക കേട്ടോ. ടോൾ പ്ലാസാസൊക്കെ ഉണ്ട് ശ്രീനഗർ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ. ഇവിടെ നിന്നൊരു 230 കിലോമീറ്റർ ശ്രീനഗർ അവിടെ ബോർഡ് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോൾ പ്ലാസാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ ഈ നാഷണൽ ഹൈവേ അതോറിറ്റീസിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് കേട്ടോ. കാരണം നമ്മൾ എത്ര കിലോമീറ്റർ ഉണ്ട് കന്യാകുമാരി ഇവിടെ വരെ? 3500 കൂട്ടാ. സെറ്റ് റോഡാണ്. അതിൽ ബാംഗ്ലൂർ മാത്രം, അതിപ്പോൾ പണി നടക്കുന്നുണ്ട്. ബാംഗ്ലൂർ മാത്രമേ കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നുള്ളൂ. ബാക്കി റോഡ് ഫുൾ ദേ ശ്രീനഗർ കയറുന്നതിന് തൊട്ട് മുന്നേയും റോഡ് നോക്ക്. അത്രയും അടിപൊളിയായിട്ടാണ് അവർ ഒരു ഇതൊന്നും ഇല്ലാണ്ട് നല്ല സെറ്റായിട്ട് തേങ്ങ അമ്പലത്തിലേക്ക് തന്നെ എന്തോ സെറ്റായിട്ട് റോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടോള് ഈ ഫാസ്ടാഗ് ഒരു 3000 രൂപയ്ക്കുള്ള ആനുവൽ ഫാസ്ടാഗ് ചെയ്തില്ല എങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടം കേട്ടോ. കാരണം ഇത്രയും ദൂരം അത്യാവശ്യം നല്ല രീതിയിൽ ടോൾ ഓരോ ടോൾ പ്ലാസയിലും 150, 180, 200, 250 വാങ്ങുന്ന ടോൾ പ്ലാസാസും ഉണ്ട്. പക്ഷെ കൊടുക്കുന്നത് കൊണ്ട് നഷ്ടമല്ല, അത്രയും കിടിലം റോഡാണ്. പക്ഷേ 3000 രൂപയ്ക്ക് നമ്മൾ ആനുവൽ ടോൾ പ്ലാസ ടോൾ ചാർജ് ചെയ്യുകയാണ്, ഫാസ്ടാഗ് ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു വർഷം വരെയും 250 ടോൾ പ്ലാസസ് 200 ടോൾ പ്ലാസസ് വരെ യൂസ് ചെയ്യാൻ പറ്റും. ഏട്ടോടെ ചായ കുടിക്കാനായിട്ട് നിർത്തിയേ. ഞാൻ ഇറങ്ങിയില്ല, എനിക്ക് ഉമ്മാരെ ചായ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. ഏട്ടൻ പറഞ്ഞു കൊള്ളാമെന്ന് പറയണു.
ഞാൻ ഇന്നലെ വാങ്ങിയ ഡ്രസ്സാട്ടോ ഇട്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പ്യൂർ കോട്ടണിൽ വരുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ്. ഓസ്ട്രേലിയയിൽ കൊണ്ടുവന്നതെങ്കിൽ വെക്കായിരുന്നല്ലേ. ഓക്കെ, ഞാൻ വെയിറ്റിംഗ് ആണ് ശ്രീനഗർ എത്താൻ വേണ്ടിയിട്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. വേറെ കിടന്ന് ഉറക്കത്തോടെ ഉറക്കം. നമ്മൾ NH44 നിന്ന് ഒരു ലെഫ്റ്റ് തിരിഞ്ഞ് പോവാണ് വൈഷ്ണോദേവി ടെമ്പിളിലേക്ക്. NH44 നിന്ന് ഒരു 20 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു ടെമ്പിൾ കേട്ടോ. 20 കിലോമീറ്റർ ആണെങ്കിലും 1 മണിക്കൂർ സമയം കാണിക്കുന്നുണ്ട് നമുക്ക് അവിടെ എത്താനായിട്ട്. തിരക്കാണോ, റോഡ് വളവും തിരിവും ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ തിരക്കൊന്നുമില്ല. NH നിന്ന് ഒരു 20 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു ടെമ്പിൾ കേട്ടോ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ആ വൈറ്റ് കാണുന്ന കണ്ടോ നിങ്ങൾ, അത് ഹിമാലയാണ് കേട്ടോ. ഇങ്ങനെ വൈറ്റ് കാണുന്നതെല്ലാം എല്ലാവരും നമ്മളെ കാണിച്ചിട്ട് ഹിമാലയ എന്നാണ് പറയാറ്. അതുകൊണ്ട് ഞാനും നിങ്ങളോട് പറയുന്നു. താഴെ ഗ്രാമവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഈ റോഡിൽ, ലഡാക്കിലെ റോഡും ഇതുപോലെയൊക്കെ ഇതിനെക്കാട്ടി കഷ്ടമാണ് കേട്ടോ. റോഡില്ല, ഭീകരതയാണ്. ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെയൊക്കെങ്കിലും വച്ചിട്ടുണ്ട്, അവിടെ അങ്ങനെയൊന്നും വച്ചിട്ടില്ല. ഞാൻ കണ്ട വീഡിയോസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ഇനി 5 ഡേയ്സ് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ്, ഏതാണ് എന്നൊക്കെയുള്ളത്. എന്നാലും ഇത് അത്ര നല്ല റോഡല്ല കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, വലിയ മോശമൊന്നുമല്ല. എങ്കിലും നമ്മുടെ NH വന്ന സുഖം ഇങ്ങോട്ട് കയറിയപ്പോൾ ഇല്ല. ഈ റോഡും പണി നടക്കുക കേട്ടോ. അത് എല്ലാ റോഡും പണി നടക്കുകയാണ്. പക്ഷെ ഒരു മിനിമം ഒരു 5 to 10 വർഷമെങ്കിലും, 10 വർഷം വേണം കേട്ടോ. കാരണം ക്ലൈമറ്റ് ചേഞ്ചും മഴയായാൽ പിന്നെ ഇങ്ങോട്ടത്തെ കാര്യം നോക്കണ്ട. അതായത് ഇതൊക്കെ ഇടുങ്ങിങ് റോഡിലായിരിക്കും കിടക്കുന്നത്. പിന്നെ അത് വൃത്തിയാക്കാൻ നോക്കൂ, ഇത് കെട്ടാൻ നോക്കൂ. അതുകൊണ്ടൊരു നമുക്ക് നല്ല രീതിയിൽ പണി നടക്കുന്നുണ്ട്. പക്ഷെ ഒരു 5-10 അല്ല, പണി നടക്കുമ്പോഴുള്ള കാര്യം പറഞ്ഞത്. 5-10 വർഷം കൂടെ കഴിഞ്ഞാൽ എങ്ങോട്ടേക്ക് പോകാനാണേലും അടിപൊളിയായിരിക്കും. എന്തായാലും അവർ എടുക്കുന്ന ആ എഫേർട്ട് ഉണ്ടല്ലോ, അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരു റൂട്ടിലൊക്കെ ഇത്രയും കാര്യമായിട്ട് റോഡൊക്കെ, പിന്നെ ടൂറിസ്റ്റ് ഏരിയ ആണ്, അതുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെങ്കിലും ചെയ്യാനൊരു മനസ്സ് കാണിക്കുന്നത് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. മുനിസിപ്പൽ കമ്മിറ്റി ഖത്ര, അങ്ങോട്ടേക്ക് പോകുന്നതിന് 115 രൂപ നമ്മുടെ എൻട്രി ഫീ കൊടുക്കണം കേട്ടോ. എങ്കിലും നമ്മൾ അങ്ങോട്ടേക്ക് വിടത്തുള്ളൂ. സുഹൃത്തുക്കളെ, നമ്മൾ വൈഷ്ണോദേവി ടെമ്പിൾ വരെ വന്നിട്ട് പോവാതെ തിരിച്ചു പോവാണ് കേട്ടോ. എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, കാറ് ആ ടെമ്പിളിൻ്റെ അതുവരെ പോകത്തില്ല. നമ്മൾ നടന്നു പോകണം. അതും 1-2 കിലോമീറ്റർ അല്ല, ഒരു സൈഡ് മാത്രം. ഒരാൾ 14 കിലോമീറ്റർ പറഞ്ഞു, ഒരാൾ 16 കിലോമീറ്റർ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത്രയും കിലോമീറ്റർ നമുക്ക് നടന്ന് പോക്ക് നടക്കുന്ന കാര്യമില്ല. പിന്നെ വേറെ എവിടെയും പോകണ്ടെങ്കിൽ ശരി, പിന്നെ നമുക്ക് ഇരുന്നോ നിന്നോ കിടന്നോ ഒക്കെ വേണമെങ്കിൽ പോയി നോക്കാം. അതും ഒരു സൈഡാണ് കേട്ടോ. 16 കിലോമീറ്റർ. തിരിച്ചുവിടാകുമ്പോൾ എത്ര കിലോമീറ്റർ? 32 കിലോമീറ്റർ ആണ്. നടക്കുന്ന കാര്യമല്ല. എനിക്കൊന്നും കുതിരപ്പുറത്ത് പോകാമെന്ന് തോന്നുന്നു. അതല്ലേ അമ്മമാർ കുതിരയും കൊണ്ട് നടക്കണത്. ഓ, അങ്ങനെ കാണിച്ചല്ലോ. കഴുതപ്പുറത്താണ്, കുതിരപ്പുറത്ത് പോകാൻ തോന്നുന്നു. നടന്നേ പോകാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഇവിടെ നിറച്ച് കുതിരക്കാരന്മാരുള്ളതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞത്. വേറെ ഒരു വഴിയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. വെറുതെ 22 കിലോമീറ്റർ മാറി നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ച് ഇനി അവിടെ ചെന്നിട്ടേ പോകാൻ പറ്റൂ. മാപ്പിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. 112 രൂപ അല്ലേ അവിടെ നമ്മൾ എൻട്രി. 115 രൂപ എൻട്രി ഫീയും കൊടുത്ത് വെറുതെ ഇങ്ങേറ്റം വരെ വന്നു കേട്ടോ. വേസ്റ്റ് ആയിപ്പോയി. അപ്പോൾ ഒരു ദിവസം ഇവിടെ ഉണ്ട് കേട്ടോ. ജമ്മുന്ന് നേരെ നമ്മൾ ഇവിടെ റൂം എടുത്തിരുന്നുവെങ്കിൽ ഒരു ദിവസം നമുക്ക് നടന്ന് 32 കിലോമീറ്ററോളം നടക്കാനുണ്ട്. നടന്ന് പോയി തിരിച്ച് വരുന്നത് ടോട്ടൽ 32 കിലോമീറ്ററോളം നടന്നാണ് ആ അമ്പലത്തിലേക്ക് പോകുന്നത്. പക്ഷെ പോയ വൈബായിരിക്കും കേട്ടോ. നമ്മുടെയൊക്കെ കാര്യം അറിയാമല്ലോ. ഇവിടെ നിന്ന് അവിടെ 2 സ്റ്റെപ്പ് നടക്കുമ്പോൾ ഹയ്യ അമ്മ എന്ന് പറഞ്ഞിരിക്കും. ആ നമ്മൾ 32 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാമെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ കാര്യം പറയാം, വേദയും ചിലപ്പോൾ നടക്കുമായിരിക്കും. 32 കിലോമീറ്റർ നടക്കുമെന്ന് എനിക്കറിയില്ല. നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ച് പോവാം കേട്ടോ. സോറി. അമ്പലത്തിലേക്ക് കയറിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് എങ്കിലും നടക്കട്ടെ എന്ന് എഴുതി. എനിക്ക് മാഗി മതി. നിനക്കാ? വൃത്തിയില്ല ഗൈസ്, ഭയങ്കര ഈച്ചയും ഒരു മാതിരി കിടക്കും. ഇതൊക്കെ ഹോട്ടലുകളുണ്ട്, പക്ഷെ നിർത്താൻ പറ്റില്ല കാറ്. ഹെലികോപ്റ്റർ നമ്മളിവിടെ അടുത്ത വേറൊരു കടയിൽ നിർത്തി. അങ്ങോട്ട് പോയി കഴിച്ച് നോക്കാമെന്ന് കരുതി. മൈ വൈഷ്ണോ കെഫെ ആൻഡ് റെസ്റ്റോറൻറ്റ്. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ടാകുമ്പോൾ കടകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഒന്നിനും വൃത്തിയില്ല. ഇവിടെയൊക്കെ ഈച്ചയും ഒരുമാതിരി. പിന്നെ ഉള്ളടാവട്ടെ എന്ന് കരുതി ഞാനും വേറെ ഓരോ മാഗി പറഞ്ഞു. കൂടി പോകും തൊടാം മാഗി. ഏട്ടൻ പൂരി പറഞ്ഞു.
അവിടെയൊക്കെ ഉണ്ട്. എന്നിട്ട് നല്ല കട ഭംഗി നോക്കിയാണ് ഇവിടെ വന്നത്. അത്രയ്ക്ക് ഭംഗിയൊന്നുമില്ല. അവന്മാർ തുറന്നതേ ഉള്ളൂ കേട്ടോ, 9 മണിയായി, തുറന്നതേ ഉള്ളൂ. ഇനി മുതൽ അങ്ങോട്ട് മാഗിയാണ് ജീവിതം. കഴിച്ച് ഇതും വെറുക്കും. ഉണ്ടാക്കണ കണ്ടിട്ട് നല്ല സ്റ്റൈലുണ്ടായിരുന്നു. നമ്മുടെ ക്യാബേജൊക്കെ ഇട്ട്. നമ്മുടെ സാധാ മാഗിയുടെ ടേസ്റ്റ് അല്ല. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാ ഇഷ്ടപ്പെട്ടില്ലേ? കഴിച്ചില്ലേ? കഴിച്ചില്ലെന്നാ നമ്മൾ കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പൂരി വന്നത്. നല്ല സോഫ്റ്റ് പൂരി, നമ്മളെ നാട്ടിലെ പൂരി പോലെ. ഇത് നമ്മൾ പൂരി കഴിച്ചത് മൈദ ഉണ്ടായിരുന്നു, ഇത് ഗോതമ്പിൻ്റെ ആണ്. കള്ളക്കടയൊക്കെ നല്ല കറി. ഇവിടെ ആയിട്ട് സവോള വെച്ചപ്പം നോ ഓണിയൻ നോ ഗാർലിക്. ഇവിടെ പല കടകളിലും ഫ്രണ്ടിൽ നോ ഓണിയൻ നോ ഗാർലിക് എന്ന് എഴുതി വെച്ചിരുന്നു. ചില ബ്രാഹ്മിൻസ് ഓണിയനും ഗാർലിക്കും ഒന്നും കഴിക്കില്ല. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് ഇവിടെ തോന്നുന്നു. ഇവിടെ എന്തായാലും ഓണിയനും സവോളയും, അതാണ് മാഗിക്ക് എന്തോ ഒരു ഓണിയനും ഗാർലിക്കും മാഗിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ. സവോളയുടെ കുറവ്, പക്ഷേ ഇത് സവോളയും വെളുത്തുള്ളി ഇല്ലാതെ വെച്ച ചാന കൊള്ളാം, നന്നായിട്ടുണ്ട്. പുറത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഫുഡ് വൃത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. വലിയ പൈസയൊന്നും ആയില്ല. നോക്കി എന്ത് രസമുള്ള സ്ഥലമാണ്. ജസ്റ്റ് നമ്മൾ എങ്ങും ആയിട്ടില്ല, എന്നിട്ട് അതിൻ്റെ ബ്യൂട്ടി നോക്കിയേ. വാവ് എന്ന് തന്നെ പറയാം. താഴേക്ക് അരുവി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വെള്ളമുള്ള സമയത്ത് വന്നാൽ അരുവിയും ഇതൊക്കെ ആയിട്ട് കാണാം. നമ്മളിവിടെ ചായ കുടിക്കാനായിട്ട് നിർത്തിയതാണ്. ചില സിനിമകളിലൊക്കെ കാണും പോലെ ഒഴിഞ്ഞ ഒരു സ്ഥലത്തൊരു ചായക്കട. ചായ കൊള്ളാമോ ഇല്ലയോ എന്ന് അറിയത്തില്ല, പക്ഷേ എങ്കിലും ഭംഗി കണ്ടപ്പോൾ ഒരു ചായ കുടിച്ചേക്കാമെന്ന് കരുതി. നല്ല രസമുണ്ട് കേട്ടോ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നത് ജസ്റ്റ് തുടക്കം മാത്രം. വെരി ബ്യൂട്ടിഫുൾ. ഇതൊക്കെ എന്ത് പൂവാണോ എന്തോ. വരുന്ന വഴിക്ക് ആപ്പിൾ തോട്ടങ്ങളൊക്കെ ഭയങ്കര ഇതായിട്ടില്ല, അവിടെ ഇവിടെ ഓരോന്നും നിൽക്കണ കണ്ട കേട്ടോ. വേണ്ട, ബ്രെഡ് വേണമെന്നൊക്കെ ചോദിക്കുന്നു. കുടിച്ചു നോക്ക്. ഒന്ന് കണ്ടേ? ആർക്കും വേണ്ട, ഞാൻ കുടിക്കാനാ. എല്ലായിടത്തെ കാട്ടിവെയിൽ ഇവിടെ ഉണ്ടെന്ന് തോന്നണേ. പക്ഷെ ചൂട് പുറത്തില്ല, തണുപ്പേ ഉള്ളൂ. ഇത് റോഡൊക്കെ സൂപ്പറാണ്, പക്ഷെ മഴയൊക്കെ പെയ്ത് റോഡെല്ലാം കൂടി ഇടുങ്ങി ഇങ്ങോട്ട് വീണാൽ തീർന്നു കേട്ടോ. ഇടിച്ചിട്ടേക്കണതാണോ ഇടുങ്ങി വീണതാണോ എന്തോ. ഇതൊക്കെ വരുമ്പോഴാണ് ഇവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. കണ്ടോ, അവിടെ നിന്നൊക്കെ മുകളിൽ നിന്നൊക്കെ ഇടുങ്ങി വന്നതും കൊണ്ട് ഇവിടെ സൈഡൊക്കെ കെട്ടിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. റോഡൊക്കെ കൊള്ളാം, നല്ല നമ്മുടെ NH44 നല്ല റോഡ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതൊക്കെ അവർ മണ്ണിന് കോൺക്രീറ്റ് ഇട്ട് കെട്ടി നിർത്തിയിരിക്കുകയാണ് ഇടിഞ്ഞ് വീഴാതിരിക്കാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഓരോ പൈപ്പും കൊടുത്തിട്ടുണ്ട് വെള്ളം പോകാൻ. ഇതാണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ടണലാണ്. 9.8 കിലോമീറ്റർ ദൂരം എന്തോ ഈ ടണൽ ലെങ്ത് ഉണ്ട് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ടണലാണ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ടണലാണ് ഈ ഒരു ടണൽ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് 10 കിലോമീറ്ററോളം നീളം ഈ ടണലിനുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ടണൽ വഴി പാസ് ചെയ്ത് പോവും എന്നറിയായിരുന്നു, പക്ഷേ ടണൽ എവിടെയാണെന്ന് അറിയില്ല. ഞാൻ അത് വീഡിയോ എടുക്കാനായിട്ട് എടുത്ത് ഇങ്ങനെ വച്ചിരുന്നപ്പോഴാണ് ടണൽ പെട്ടെന്ന് കണ്ടത് കേട്ടോ. എന്തായാലും അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയല്ലോ എനിക്ക്. ഇവിടെ അങ്ങ് നിർത്താനൊന്നും പറ്റില്ല കേട്ടോ. ഇവിടെ ഇത് 1 വേ, അപ്പുറ സൈഡിൽ കൂടെ അങ്ങോട്ട് പോകുന്ന വണ്ടികളുണ്ട് കേട്ടോ. അത് 1 വേ, ചെറിയ ഒരു കാറിന് പോകാനുള്ള ലൈനേ ഉള്ളൂ. അപ്പുറ സൈഡിൽ ഒരു കാറിന്, അപ്പോൾ മൊത്തം 2 കാറിന് പോകാനുള്ള ലൈനേ ഉള്ളൂ. നിർത്താനൊന്നും പറ്റത്തില്ല. 10 കിലോമീറ്റർ നമ്മൾ ഈ ടണൽ വഴിയാണ്. 9.8 കിലോമീറ്റർ ആണ് ഈ ടണലിൻ്റെ ദൂരം. ഇതുവഴിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ 9.8 കിലോമീറ്റർ താണ്ടിയ ടണൽ കഴിഞ്ഞതേ നമ്മൾ വെട്ടം കണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ തന്നെ നെറ്റിട്ട് വെച്ചേക്കാം കേട്ടോ. പക്ഷേ നെറ്റിലൊന്നും നിൽക്കില്ല, ഇടുങ്ങി വീണ എല്ലാം കൂടി ഇങ്ങി വന്നത് തന്നെ. ഇനി മണ്ണൊലിച്ച് വരാതിരിക്കാനും കണ്ട് നെറ്റിട്ടെങ്ങനെ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. ചാക്ക് പോലെയൊക്കെ എന്തൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സൈഡൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിലൊന്നും മണ്ണൊലിപ്പ് കാര്യമായിട്ട് നടക്കുകയാണെങ്കിൽ
ഇതിലങ്ങ് നിൽക്കുമെന്ന് തോന്നണില്ല. എന്നാലും ഈ ഭംഗി നോക്കും എന്ത് രസമുണ്ടെന്ന്. ഇത് കണ്ടോ, അവർ കെട്ടി നിർത്തിയത് ഇടിഞ്ഞ് വീണിരിക്കുകയാണ്. എത്ര കെട്ടിയാലും അതിലങ്ങ് നിൽക്കൂല. പിന്നെ ഒരു പരിധി വരെ തടയാം, അത്രയേ ഉള്ളൂ. അത് കണ്ടോ ഇടിഞ്ഞ് വീണിരിക്കുന്നത്. കോൺക്രീറ്റ് ചെയ്ത സാധനമാണ് ഇടിഞ്ഞ് വീണിരിക്കുന്നത്. റോഡ് ഫുൾ വീണ് 2 സൈഡിലേറ്റും അവർ മാറ്റിയിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ പ്രാർത്ഥന. ഇതിവിടെ ഈ റോഡൊന്നും തടസ്സമില്ലാതെ നമ്മൾ അങ്ങ് വരെ പോയി തിരിച്ചെത്തുന്നത് വരെ. കഴിഞ്ഞ ആഴ്ച ഇവിടെ റോഡ് ബ്ലോക്കായിരുന്നു എന്ന് ഏട്ടൻ്റെ ഫ്രണ്ട് ലഡാക്കിലുള്ളത് പുള്ളി പറഞ്ഞായിരുന്നു. കാരണം അവിടെ എങ്ങാണ്ട് ഇടിഞ്ഞ് വീണിട്ട് റോഡ് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പം അതുപോലെ ക്ലോസ് ആവാണ്ട് തിരിച്ച് വീടെത്തുന്നത് വരെ ഒരു തടസ്സവും ഇല്ലാണ്ട് എത്തുക, അത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ മറ്റെവിടത്തെക്കാട്ടിയും വെയിൽ ഇവിടെ കൂടുതലായിട്ട് തോന്നുന്നു. പക്ഷെ പുറത്ത് ചൂടില്ല. അടുത്ത ടണലിൽ എന്തോ പണി നടക്കുകയാണ് കേട്ടോ. അവിടെ മണ്ണും കണ്ട് ആ ടണലിൻ്റെ മുകളിൽ കൂടെ ഇടിഞ്ഞ് വീണ് അതൊക്കെ അവർ കോഴി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, ഭയങ്കര എല്ലായിടത്തെക്കാട്ടിയും വെയിൽ പോലെ എനിക്ക് തോന്നി. പക്ഷെ തണുപ്പുണ്ട് കേട്ടോ, ചെറിയ തണുപ്പ് പുറത്തുണ്ട്. 27 ഡിഗ്രി ആണ് ഇതിൽ കാണിക്കുന്നത്. 20 കാണിക്കുന്നുണ്ട്, 22 കാണിക്കുന്നുണ്ട്, മാറി തിരിഞ്ഞൊക്കെ കാണിക്കുന്നുണ്ട്. നല്ല വെയിലുണ്ട്. പിന്നെ ശ്രീനഗറിൽ ചെന്നിട്ട് നമ്മളവിടെ നിന്ന് നമുക്ക് ലഡാക്കിൽ ഏട്ടൻ്റെ ഫ്രണ്ടെന്ന് പറഞ്ഞത് നമ്മുടെ അനിയില്ലേ, നമ്മൾ നിഷാന്തിനെയൊക്കെ പരിചയപ്പെടുത്തുന്ന അനി ഒരു ട്രാവൽ എക്സ്പ്ലോററാണ് കേട്ടോ. എല്ലായിടത്തും പോവാനും അനിക്കൊരു അവധി കിട്ടിയാൽ അനി ഓടും, എവിടെയെങ്കിലും കറങ്ങാനായിട്ട് പോവും. അപ്പോൾ അങ്ങനെ അനി പരിചയപ്പെടുത്തി തന്നെയാണ് ലഡാക്കിലെ മാഹിൻ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയെ. പുള്ളിക്കാരൻ അവിടെ ട്രാവൽ ഏജൻസി കാര്യങ്ങൾ, ഈ ട്രക്കിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന പുള്ളിയാണ്. ബൈക്കൊക്കെ കൊടുത്ത് റെൻറ്റിന് കൊടുത്തത്, ബൈക്കിൽ കൊണ്ടുപോകുന്നത് ഒക്കെ പുള്ളി ലഡാക്കിലെ ഓൾ ഇൻ ഓളാണ്. ഈ നമുക്കിപ്പോൾ നമ്മളൊരു ടൂറിസ്റ്റായിട്ട് പോകുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് മാഹിൻ ശ്രീനഗറിൽ നമുക്കൊരു ലോക്കൽ ഗൈഡിനെ അറേഞ്ച് ചെയ്ത് തന്നു. പുള്ളി അവിടെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രീനഗർ ഒരു 2 ദിവസം എന്താ സ്റ്റേ ഉള്ളൂ. അതിലൊരു ദിവസം നമ്മൾ ഡാൽ ലേക്കിൽ നമ്മുടെ മറ്റേ ഷിക്കാരെ അതിൽ ബോട്ടിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ദിവസം പഹൽഗാം, ഒരു ദിവസം ഗുൽമാർഗ്. അങ്ങനെയാണ് നമ്മുടെ പ്ലാനും സ്റ്റേയും കാര്യങ്ങളൊക്കെ. അല്ലാതെ നമ്മൾ അവിടെ ചെന്നാൽ ഒരു ഐഡിയ ഇല്ലാതെ പോയാൽ നമ്മൾ ഈ കാറും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ വൈഷ്ണോദേവി ടെമ്പിൾ പോയിട്ട് അതുകൊണ്ട് അല്ല, ഈ വൈഷ്ണോദേവി ടെമ്പിളിലൊക്കെ പോയി നമുക്ക് പല കാര്യങ്ങളും അറിഞ്ഞൂടാതെ നമ്മൾ തിരിച്ചു വരേണ്ടി വരും. അപ്പം അങ്ങനെ അവിടുത്തെ ലോക്കൽ ഗൈഡിനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പാക്കേജ് പോലെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്, റൂമും കാര്യങ്ങളും എല്ലാം ആയിട്ട്. പിന്നെ പല സ്ഥലത്തും ടിക്കറ്റൊക്കെ കിട്ടാതെ വരും, പക്ഷെ അവരുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്. ഈ ഗുൽമാർഗിൽ ഒരു കേബിൾ കാറിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. എന്താ എൻ്റെ ഗൊൺഗോളെ എന്താന്നാ ഒരു സാധനം, അത് ചെന്ന് അവിടെ പഠിക്കുമ്പോൾ അറിയാം. അപ്പോൾ അത് ഒരു 1 month 2 months മുന്നേ എന്തോ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. പക്ഷെ അവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് ടിക്കറ്റ് കിട്ടും. പുള്ളിയുടെ ടിക്കറ്റ് ഉണ്ടായിരുന്നു, പുള്ളി പേയ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞു, പേയ്മെൻറ്റ് ചെയ്തു. 23rd കേബിൾ കാർ റൈഡ് നമ്മൾ പോണത്. ഗുൽമാർഗിൽ പോണ വഴിക്കാണ്, ഗുൽമാർഗിൽ അവിടെ എവിടെയാണ് അത്. നമ്മൾ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടിക്കറ്റ് നോക്കിയപ്പോൾ ഒരു 2 മാസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്താലേ കിട്ടത്തുള്ളായിരുന്നു. അപ്പോഴും കിട്ടിയില്ല. കഴിഞ്ഞ പ്രാവശ്യം പോകുന്ന നോക്കിയപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചല്ലേ, കിട്ടില്ല എന്ന് പറഞ്ഞ് തന്നെ ഇരുന്നു. പക്ഷെ അവരിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമുക്ക് അവിടുത്തെ വില്ലേജ്, ഞാൻ പുള്ളിയോട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ വന്നൊന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങൾ കാണുന്നതിനെക്കാട്ടി അവരുടെ കൾച്ചർ ഷൂട്ട് ചെയ്യാനാണ് കുറച്ചുകൂടെ എനിക്കിഷ്ടം. അവരുടെ രീതിയും അവരുടെ ഇതും. ഹിമാലയാണോ എന്താ അറിയില്ല കേട്ടോ, നല്ല വെള്ള കളറിൻ്റെ ഇതേ മുകളിൽ. ഇവിടെയൊക്കെ എന്ത് വെള്ള കളറിൽ കണ്ടാലും അവർ നമ്മളോട് പറയാതാണ് ഹിമാലയ എന്ന്. അതുകൊണ്ട് ഒരു സംശയം, ആ വെള്ള കളറിൽ കാണുന്നത് ഹിമാലയാണോ എന്നുള്ളത്. നമ്മൾ പോകുന്ന സ്ഥലം ഇതുപോലെ, അത് മഞ്ഞായിരിക്കൂലേ വെള്ള, അതിൻ്റെ അതുപോലെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ പാക്കേജൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാഹീൻ്റെതായാലും നമ്മളിപ്പോൾ പോകുന്ന ആസിഫ് എന്ന് പറഞ്ഞിട്ട് ആളാണ്. ആസിഫ് അവിടുത്തെ ആളാട്ടോ, ഹിന്ദിയാണ്. മാഹിൻ മലയാളിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ലഡാക്കിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മാഹിൻ കാശ്മീരിൽ ശ്രീനഗറിലുള്ളത് ആസിഫ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഹിന്ദിയാണ്, ഇംഗ്ലീഷ് കംഫർട്ടബിൾ ആണ്, ഇംഗ്ലീഷ്. മാഹിനാണ് നമുക്ക് ആസിഫിനെ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ അവിടെ ചെന്ന് എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയിട്ട്, നമ്മളിപ്പോൾ ഫോൺ വഴിയാണ് കോൺടാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെന്ന് എല്ലാം നോക്കിയ ശേഷം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാ വീഡിയോസിൻ്റെ താഴെയും കൊടുത്തേക്കാം. നിങ്ങൾ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഫ്ലൈറ്റിലൊക്കെയാണ് വരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ഡയറക്റ്റ് ടിക്കറ്റ് എടുത്ത് ഇവിടെ വരിക. എന്നിട്ട് അവരെ കോൺടാക്ട് ചെയ്താൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് എടുക്കുന്ന പാക്കേജിനെ കാട്ടി റേറ്റ് കുറവായിരിക്കും ഇവിടെ വന്നിട്ട് നമ്മളൊരു ലോക്കൽ ഗൈഡായിട്ട് പാക്കേജ് എടുക്കുകയാണെങ്കിൽ. അപ്പം നോക്കൂ, ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇവരെയും കോൺടാക്ട് ചെയ്യാം, നാട്ടിലും പാക്കേജ് കോൺടാക്ട് ചെയ്യാം. അല്ല ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ എന്ന് തോന്നുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം. ഇവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. മാഹിനാകുമ്പോൾ നമുക്ക് കാര്യം സംസാരിക്കാൻ പറ്റും കേട്ടോ, മലയാളത്തിലാണ്. മറ്റേ പുള്ളിയും ഇംഗ്ലീഷിലും നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം.
എങ്കിലും മലയാളിയെ തന്നെ കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സന്തോഷമല്ലേ. അപ്പോൾ ഇവരുടെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. പക്ഷേ താങ്ക്സ് ടു അനിയാണ് നമുക്ക് എല്ലാത്തിനും ഇൻസ്പിറേഷൻ തരുന്നതും പോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഇൻസ്പിറേഷൻ തരുന്നതും ആൾക്കാരെ പരിചയപ്പെടുത്തി തരുന്നതും ഒക്കെ. എനിക്ക് അറിയാവുന്ന എല്ലാവരെയും നമുക്ക് പരിചയപ്പെടുത്തി തരും. ഇപ്പോൾ പഞ്ചാബിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല, എന്ത് ചേട്ടാ പോവാത്ത പോ ചേട്ടാ പിന്നീട് പറ്റൂല ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഒരു ഇൻസ്പിറേഷൻ തരുന്നത് അനിയാണ്. നമ്മുടെ വീഡിയോസ് വഴി ഒരുപാട് പേര് നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇതാണ് നമ്മൾ ജമ്മുന്ന് ശ്രീനഗറിലേക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ച എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്. ഇതിപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ടാണ് അധികം പച്ചപ്പൊന്നും ഇല്ലാത്തത് കേട്ടോ. അപ്പോൾ വിൻ്ററിലൊക്കെ വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും, നിറയെ പച്ചപ്പായിട്ട് നിൽക്കും. പിന്നെ മഴ സമയത്ത് ഡേഞ്ചറാട്ടോ, അതെല്ലാം ഇടുങ്ങി പൊളിഞ്ഞ് വീഴാനുള്ള ചാൻസൊക്കെ ഉണ്ട്. കുറേ ദൂരമായിട്ട് ഈ റോഡ് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇത് തന്നെയാണ് രണ്ട് സൈഡിലും മലകളും നിറയെ പച്ചപ്പ് മരങ്ങളും ഒക്കെ ആയിട്ട്, അരുവികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞ എൻ്റെ ഹിമാലയ അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ തന്നെയാണ്. കണ്ടോ ഭംഗി നോക്കിയേ, നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ വിൻ്ററിലാണെങ്കിൽ നല്ല പച്ചപ്പായിരിക്കും. പിന്നെ ചിലപ്പോൾ വിൻ്ററിൽ നമുക്കിതൊന്നും കാണാൻ പറ്റുന്നില്ല, മഞ്ഞ് കാരണേ, മഞ്ഞ് മൂടിയിട്ട് കാണാൻ പറ്റുന്ന വരില്ല. ഇപ്പോൾ 30 ഡിഗ്രി കാണിക്കുന്നുണ്ട്. പുറത്ത് ചൂടില്ല, പക്ഷെ വെയിലിന് നല്ല ഇതുണ്ട് കേട്ടോ. നാല് ചുറ്റും മരങ്ങളും മലകളും. ഇങ്ങോട്ടുള്ള റോഡൊക്കെ കുഞ്ഞു റോഡാട്ടോ, നാരോ എന്ന് പറയാൻ പറ്റില്ല, 2 വണ്ടികൾക്ക് പോകാൻ പറ്റുന്ന റോഡ്. വലിയ വലിയ ലോറികളൊക്കെ വരുന്നുണ്ട്. ഒരു സൈഡിൽ കൊക്ക പോലെയാണ്. അത് കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഇത്രയും നല്ല റോഡാണ്, മീൻസ് ലഡാക്കിലെ റോഡെന്ന് പറഞ്ഞാൽ ഇതിലും മോശമാണ്. അപ്പോൾ ഈ റോഡിൽ ഞാൻ നെഞ്ചിടിപ്പോട് കൂടി ഇരിക്കുകയാണ്. കാരണം ഈ സൈഡ് കണ്ടോ, അങ്ങോട്ട് കൊക്ക. ഇപ്പോൾ കുറച്ചുകൂടെ വീതിയുണ്ട്. നേരത്തെ വന്ന റോഡൊക്കെ ആണെങ്കിൽ വീതിയില്ല. ഈ സൈഡ് ഫുൾ ഇടുങ്ങി കിടക്കായിരുന്നു. നമ്മളിങ്ങനെ ഒതുക്കി കൊടുക്കുക വലിയ ലോറിയൊക്കെ വരുമ്പോൾ. അത് കാണുമ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വേണ്ടോ, ഇങ്ങനെ കയറി നമ്മൾ പോകണം മുകളിലേക്ക്. കണ്ടോ, ഒരു സൈഡിൽ നിന്ന് വണ്ടി വരുമ്പോൾ നമ്മളൊരു സൈഡിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് പിന്നെയും വീതിയുണ്ട്. നേരത്തെ വന്നിടത്ത് ഇത്രയും വീതിയില്ല. അത് കണ്ടുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ റോഡ് നല്ലതായി. ഓക്കെ, ആൾക്കാരൊക്കെ ഇറങ്ങി വിളിക്കുന്നു. നമ്മളിതൊക്കെ കാണാനുള്ള സ്ഥലത്തോട്ടിൽ പോകണത്, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്. ഐസ്ക്രീം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. വിൻ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ നിറയെ ഇതൊക്കെ കാണാമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ അത് മഞ്ഞായിരിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ റോഡ്. ഇതൊരു കൊക്ക ഗൈസ്. ലോറി വരുമ്പോൾ നമ്മൾ ഒതുക്കി കൊടുക്കണം ഗൈസ്. കാറ് വരുമ്പോൾ എനിക്ക് ഒതുക്കുന്നേ പേടിയില്ല. ലോറി കാണുമ്പോൾ എൻ്റെ നെഞ്ചിൽ കൂടെ ഒരു ഷൂ പോവും. ഇപ്പം നമ്മൾ ഓടിക്കായിരുന്നെങ്കിൽ ആ പേടി അത്രയും വരില്ലായിരിക്കും കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് ഇത് കാണുമ്പോൾ. എനിക്ക് ഭയങ്കര പേടിയാണ്. റോഡും ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ നമ്മൾ ഒതുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടിയാണ്. അവിടെയൊക്കെ നമുക്ക് ചെറിയ റോഡ്, ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഭീകരത കേട്ടോ. എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ. വലിയ വലിയ മലകളും, ഈ മലയുടെ മുകളിലോട്ടൊക്കെയാണ് നമ്മൾ പോകേണ്ടത്. കാറുകളൊക്കെ ഇതുവഴി പോകുന്നുണ്ട്. അങ്ങോട്ട് എവിടെയൊക്കെയാണ് നമ്മൾ കയറി പോകേണ്ടത്. നമ്മളിത് ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഇനിയുണ്ട് 100 എത്ര കിലോമീറ്റർ. എനിക്ക് പേടി തോന്നുന്നത് നമ്മൾ മാത്രമല്ല കേട്ടോ. റോഡ് വഴി നിറയെ വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷെ എന്തോ നമുക്കത് കാണുമ്പോൾ ഒരു പേടി. ഈ വളവൊക്കെ വരുമ്പോഴേ ഓപ്പോസിറ്റ് വലിയ ലോറി വരുമ്പോൾ ഉണ്ടല്ലോ, ഞാനൊന്നിങ്ങനെ ഏങ്ങി ഒരു പിടിക്കും. നമ്മൾ ഇങ്ങനെ ബൈ റോഡ് വരുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയ കേട്ടോ. ഒരു 141 കിലോമീറ്റർ കൂടെ ഉണ്ട്. അതിന് അവിടെ എത്തിയപ്പോഴേക്കും അവിടെ ഒരു സ്ഥലത്ത് ചെക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ. അവരിങ്ങനെ കൈ കാണിച്ച് നമ്മളെ കാറ്, ജമ്മു കാശ്മീരിലെ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ കാറ്, പിന്നെ പുറത്തുനിന്ന് വരുന്ന എല്ലാ കാറുകളും. പുറത്തുനിന്ന് വന്നാൽ നമ്മളെ കാറ് മാത്രമേ ഉള്ളൂ ടെക്കയിൽ, ബാക്കിയെല്ലാം ഇവിടുത്തെ തന്നെ. JK മറ്റേ ടാക്സി ഓടുന്നവർ എല്ലാവരും അവിടെ കയറ്റി ചെക്ക് ചെയ്താണ് അവർ വിടുന്നത്. നമ്മളെ ചെക്ക് ചെയ്യാൻ കയറ്റിയപ്പോഴേക്കും അവിടെ വെല്ലൂരല്ലല്ലോ ഏതൊരു സ്ഥലം പറയാം, തമിഴ്നാട്ടിലുള്ള ഒരു ഓഫീസർ അവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്ക് മലയാളമൊക്കെ നന്നായിട്ട് അറിയാം കേട്ടോ. മലയാളത്തിൽ ഇങ്ങനെ കാര്യമൊക്കെ ചോദിച്ചു എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അധികം ചെക്ക് ചെയ്തില്ല, പൊക്കോളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഫുൾ ഡിക്കി എല്ലാം ചെക്ക് ചെയ്ത് എൻട്രി ഉണ്ടോ, എൻട്രി ടിക്കറ്റ് അപ്പം ഫുൾ ചെക്ക് ചെയ്താണ് വിടുന്നത്. അപ്പോൾ പുള്ളി ഉള്ളതുകൊണ്ട് അധികം ചെക്ക് ചെയ്തില്ല. നമ്മളിങ്ങനെ യൂട്യൂബ് ചാനലുണ്ട്, ലഡാക്കിൽ പോകണം എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. അത് മലയാളത്തിൽ പുള്ളി സംസാരിച്ചപ്പോൾ നമ്മളും മലയാളത്തിൽ സംസാരിച്ച് മനസ്സിലായി ജനുവിനാണ്, നമ്മൾ കേരളത്തിൽ നിന്ന് വന്നതാണ് എന്ന കൺഫർമേഷൻ ആയതുകൊണ്ടാണ് പോകാൻ പറഞ്ഞത്.
അടുത്ത് വീണ്ടും നമ്മളൊരു ടണൽ കയറാണ്. നേരത്തെ കണ്ടത് 9.8 കിലോമീറ്റർ ഉള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ടണലാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ടണലാണ് 8 കിലോമീറ്റർ നീളം വരുന്ന ഒരു ടണലാട്ടോ ഇത് 8 കിലോമീറ്ററാണ് ഈ ടണൽ നീളം. ഇത് 1 വേ ആണ്, മറ്റത് 2 വേ ആയിരുന്നു. ഒരു സൈഡിൽ കൂടെ ഒരു കാർ പോവും, ഒരു സൈഡിൽ കൂടെ തിരിച്ച് റിട്ടേൺ ഒരു സൈഡിൽ കൂടെ കാർ വരും, അങ്ങനെയായിരുന്നു. ഇത് 2 വഴി കൂടെയും നമുക്ക് കാർ പോവാം. അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി വരും എന്നുള്ള പേടി വേണ്ട. ഇതിന് 8 കിലോമീറ്ററാണ് ഈ ഒരു ടണലിൻ്റെ ദൂരം എന്ന് പറയുന്നത്. മറ്റേതിൻ്റെ അത്ര സെറ്റപ്പ് ഈ ഒരു ടണലിന് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഐ മീൻ കാണാനുള്ള ലുക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എങ്കിൽ 8 കിലോമീറ്റർ ടണലായിരുന്നേ. അതുപോലെ നമ്മൾ പെട്രോൾ അടിച്ചിട്ട് വന്നത് ബുദ്ധിപരമായ തീരുമാനമായിരുന്നു. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ പമ്പ് ഉണ്ട് എങ്കിലും അധികം ഒരുപാടില്ല, അവിടെ ഇവിടെയൊക്കെ ഓരോന്നുള്ളപ്പോൾ അതുകൊണ്ട് ജമ്മുന്ന് അടിച്ചിട്ട് വരിക പെട്രോള്. പിന്നെ ശ്രീനഗർ ചെന്നിട്ടുണ്ടാവും, എങ്കിലും ഒരു സേഫ്റ്റി സൈഡ് നമ്മളെപ്പോഴും ജമ്മുന്ന് അടിച്ചിട്ട് വരിക. മുകളിലേക്ക് വരെ KFC കണ്ടൊരു ഐസ്ക്രീം കിട്ടിയാൽ കൊള്ളായിരുന്നു. നമ്മൾ ഐസ്ക്രീം കാണുമെന്ന് എനിക്കറിഞ്ഞില്ല. കോസ്റ്റ കോഫി, KFC, വാങ്കോ. വാഷ്റൂമിൽ പോകണം, എനിക്കും വാഷ്റൂമിൽ പോകണം. എന്തായാലും നമുക്ക് കയറാം. നീ ഉറങ്ങി കിടക്കയില്ലായിരുന്നു പൊന്നു? KFC നീ സ്വപ്നത്തിൽ കേട്ടതാ? ഒരു സ്ഥലത്ത് KFC കടകളെല്ലാം ഉണ്ട്, വാഷ്റൂമിൽ പോകാമെന്ന് എഴുതിയേ. ഗായ്സ്, നമ്മൾ ശ്രീനഗർ എത്താറായി. ഇനി ഒരു 70 കിലോമീറ്ററൂടെ ഉള്ളൂ. അപ്പോൾ ഞാനൊരു കാര്യം കാണിച്ചു തരാം. അത് നോക്കി, സൂപ്പർ കേട്ടോ. അത് മഞ്ഞ് മൂടി നിൽക്കുന്ന മല. ലഡാക്കാണോ എവിടെയാണെന്ന് അറിഞ്ഞൂടില്ല. ഇത് ഗോൾമാർഗാ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഭയങ്കര വ്യൂ, ഭയങ്കര രസം. നമ്മൾ എങ്ങും എത്തിയിട്ടില്ല, എന്നിട്ട് പോലും വ്യൂ നോക്കിയേ, സൂപ്പർ കേട്ടോ. നല്ല പച്ചപ്പും. ഊട്ടി പോയാൽ കിട്ടുമോ, കൊടൈക്കനാൽ പോയാൽ കിട്ടുമോ? അത് ഇങ്ങ് തന്നെ വരണം, ഇങ്ങ് തന്നെ. ജമ്മുവിൽ എത്തിയപ്പോൾ അത് ശരിയാണ്, ഊട്ടിയിൽ ഇത്രയും പൈസ കൊടുക്കണ്ടാന്ന്. ജമ്മുവിൽ വന്നപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു, അയ്യോ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ. നല്ല വെയിലുണ്ട്, കാറിലിരിക്കുമ്പോൾ ചൂടുണ്ട്, പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ ചൂടില്ല, നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. സൂപ്പർ. വേദാ, നെട്ടത്തിരുന്നെങ്കിൽ ഇത് കാണാൻ പറ്റുമായിരുന്നാ? ഇനി അങ്ങോട്ട് പോകെ എന്തൊക്കെ കാഴ്ചകളായിരിക്കും. തുടക്കത്തിലേ ഇത്ര, അപ്പം അങ്ങോട്ട് ചെല്ലുമ്പോഴോ പിന്നെ ഓവർ എക്സ്പെക്റ്റേഷനോട് കൂടി നമ്മൾ പോയാൽ ഒരു കാര്യവും നല്ലതായിരിക്കില്ല, അതങ്ങ് ഇതായിപ്പോൾ. അതുകൊണ്ട് എക്സ്പെക്റ്റേഷൻസ് ഇല്ലാതെ പോവാം. അതായിരിക്കും ഒരു ഹിമാലയ, നോക്ക് ആ സൈഡിലും ഉണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ വൈറ്റ് കളറിൽ മഞ്ഞ് മൂടി നിൽക്കുന്ന മലകൾ കണ്ടാ. ഗൈസ്, ജമ്മു പോലീസ് പിടിച്ചു ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, അവന്മാർ എന്തെങ്കിലും കൊണ്ടേ പോകത്തുള്ളൂ. നമ്മുടെ ഗ്ലാസ്സിൽ ഫിലിം ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതും ട്രാൻസ്പെറൻ്റ് ആണ്, വലിയ രീതിയിലല്ല, ചെറിയ രീതിയിലേ ഫിലിം ഒട്ടിച്ചിട്ടുള്ളൂ. ഗ്ലാസ് താക്കാൻ പറഞ്ഞു, അവന്മാർ വന്ന് ചുരണ്ടി നോക്കി, വണ്ടി സൈഡിലോട്ട് ഒതുക്കാൻ പറഞ്ഞു, ലൈസൻസ് വാങ്ങിച്ചുകൊണ്ട് പോയി. പെറ്റി തന്നെ കേട്ടോ, ഇനി വേറെ ഒന്നുമല്ല, പെറ്റി തന്നെ. നോർത്തിൽ കയറിയാൽ ഇങ്ങനെയൊക്കെയാണ് അവന്മാർ പൈസ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത്രയും സമയം വരെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ അവന്മാർ വിട്ടു. ഇവന്മാർ പിടിച്ച് നിർത്തി. അപ്പോൾ നമുക്ക് കേരളത്തിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ റൂൾ അങ്ങനെയുണ്ട്, ഇങ്ങനെയാണ് പുതിയ വണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ലേ, റൂളുണ്ട്, കോർട്ട് കൊണ്ടുപോട്ടെ, അങ്ങനെ പോട്ടെ എന്നൊക്കെ ചോദിക്കുന്നു. എത്ര രൂപ എഴുതുന്നോ അത്ര രൂപ നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. എന്താ പറയാന്നത്, നോർത്തിലൊക്കെ വന്നാൽ അവന്മാർ ഇതാണ് പ്രശ്നം കേട്ടോ. അവന്മാർ എന്തെങ്കിലും കണ്ടുപിടിക്കും, എന്തെങ്കിലും. മിററിൽ കൂടെ കാണിച്ചു തരാവേ. അവന്മാർ പൈസ വാങ്ങുന്നുണ്ട്, പിടിച്ചുകൊണ്ടൊന്ന് ഒളിച്ച് പൈസയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അത് ലീഗലി അല്ല അവന്മാർ പൈസ വാങ്ങുന്നത്, പൈസയ്ക്ക് വേണ്ടി നിൽക്കുന്ന കുറേ, എന്താണ് ഞാൻ പറയുന്നില്ല. ഞാൻ വീഡിയോ എടുക്കുന്നതാണെങ്കിൽ ഇപ്പം എന്നെ പിടിച്ചോണ്ട് പോകും കേട്ടോ. നോക്ക് സുഹൃത്തുക്കളെ, 10-15 രൂപ കൊടുത്ത് 4 ഗ്ലാസ്സിൽ ഫ്രണ്ടിൽ ആൻറ്റി ഗ്ലെയർ, ബാക്കിൽ ആൻറ്റി ഗ്ലെയർ എല്ലാം ഒട്ടിച്ച് 4 ഗ്ലാസ്സും അവന്മാർ വലിച്ചിളക്കി. പോരാത്തതിന് 1500 രൂപ പെറ്റി അടിച്ചു കേട്ടോ. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഒട്ടിച്ചൂടാന്നുള്ളത് നിയമമാണ്, കേരളത്തിൽ വലിയ വിഷയമല്ല. പക്ഷേ ഇവിടെ അതൊരു വിഷയമാണ്. നോർത്തിലേക്ക് വന്നാൽ ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് അവന്മാർ ഈ പണി ഒപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഗ്ലാസ്സിൽ ഇത് ഒട്ടിച്ചിട്ട് ഇളക്കിയതുകൊണ്ട് ഫുൾ ഗമ്മായിട്ടിരിക്കുകയാണ്, റോഡ് പോലും കണ്ടുകൂടാ. എന്നിട്ട് എന്തൊരു സ്നേഹം, നിങ്ങൾക്ക് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ആണ് കേട്ടോ. പെട്രോൾ വെച്ച് തുടച്ചാൽ മതി, അതങ്ങ് പോകും എന്നൊക്കെ വന്ന് കൂടെ നിന്ന് പറഞ്ഞ് അയാൾ തന്നെ 4 ഗ്ലാസ്സും ഒക്കെ ഇളക്കി. അല്ലെങ്കിൽ നമ്മൾ വീടെത്തുന്നത് വരെങ്കിലും അതൊന്നും ഇരുന്നിരുന്നെങ്കിൽ, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇതുപോലെ ആരെങ്കിലും കാണുമ്പോൾ വീണ്ടും പെറ്റി അടിക്കാനാണ് കേട്ടോ, ഇളക്കി കളയുന്നത് തന്നെ നല്ലത്. 10,000 ആണ് ഫൈൻ. 1500 രൂപ അവന്മാർ ഒളിച്ചൊക്കെയാണ് വാങ്ങിക്കുന്നത് കേട്ടോ. വേറെ രജിസ്ട്രേഷനിൽ വരുന്ന, ജമ്മു കാശ്മീർ അല്ലാതെ രജിസ്ട്രേഷനിൽ വരുന്ന എല്ലാ വണ്ടികളും നിർത്തി എന്തെങ്കിലും പറഞ്ഞ് അവന്മാർ പൈസ വാങ്ങിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് വേറൊന്നും പ്രശ്നമില്ലായിരുന്നു. ഈ ഗ്ലാസിൻ്റെ കാര്യം ഞാൻ എവിടെയോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു. നോർത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ പ്രശ്നമില്ലെങ്കിലും ഇവിടെ പ്രശ്നമാണ് എന്നുള്ളത്. പക്ഷേ നമ്മൾ ലൈറ്റായിട്ട് കണ്ടുപോലും കൂടാത്ത
ഇതാണ് ഒട്ടിച്ചിരുന്നത്, ഫിലിമാണ് ഒട്ടിച്ചിരുന്നത്. അതിനെ ഇവന്മാർ ഗ്ലാസ് താത്തിട്ട് ചുരണ്ടി നോക്കിയപ്പോൾ ഒട്ടിച്ചേക്കണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് പെറ്റി അടിച്ചത്. അപ്പോൾ നോർത്തിലേക്കൊക്കെ വരുന്നവരാണ് നിങ്ങളെങ്കിൽ ഫിലിം ഒട്ടിക്കാതെ വരിക. ഫ്രണ്ട് ഗ്ലാസ്സിൽ വരെ നമ്മൾ ആൻറ്റി ഗ്ലെയർ പ്രൊട്ടക്ഷനായിട്ട് ഒട്ടിച്ചിരുന്നതിന് വരെ അവന്മാർ വലിച്ചിളക്കി കേട്ടോ. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഗ്ലാസ് ഫുൾ ഗം കേട്ടോ. അപ്പം നമുക്ക് നൈറ്റൊക്കെ ഡ്രൈവ് ഉണ്ടെങ്കിലേ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും ടൊയോട്ടയുടെ ഷോറൂമിൽ കൊടുത്ത് ക്ലീൻ ചെയ്യാൻ നോക്കിയപ്പോൾ ഒരു കാർ വാഷ് സെൻറ്റർ ഉണ്ട്. അങ്ങനെ അവരോട് ക്ലീൻ ചെയ്ത് തരുമെന്ന് ചോദിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം എടുക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര സന്തോഷത്തോടെ വന്നതാണ്. അങ്ങനെ എല്ലാം നശിപ്പിച്ച് പോലീസുകാരന്മാർ. വിഷമമായിപ്പോയി. വർക്ക്ഷോപ്പിലെ ചേട്ടൻ പെട്രോളോ ഡീസലോ ഒക്കെ എടുത്തുകൊണ്ടൊന്ന് തേച്ചൊക്കെ നോക്കിയിട്ട് അത് വക്കാവുന്നില്ല കേട്ടോ. പുള്ളി നോക്കിയിട്ട് നടക്കാത്തത് കൊണ്ട് പുള്ളി എന്ത് ചെയ്തു, പറ്റില്ല എന്ന് പറഞ്ഞു. വേറെ എവിടെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞേ. പിന്നെ പെട്രോളൊന്നും അധികം ഗ്ലാസ്സിൽ ഇടണ്ടെന്ന് നമ്മുടെ സർവീസിൽ നമ്മുടെ ടൊയോട്ടയുടെ ഷോറൂമിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞായിരുന്നു. എന്ത് ചെയ്യും ഇനി? ഗൈസ്, വീണ്ടും ചെക്കിങ്. ഒന്നും കിട്ടാത്തതുകൊണ്ട് ഷൂസ് ഇട്ടാണ് ഡ്രൈവ് ചെയ്യണമെന്ന് പറഞ്ഞു. അല്ല, ചപ്പലിട്ട് ഡ്രൈവ് ചെയ്തു എന്ന് പറഞ്ഞു. അടുത്ത പറ്റി. അടുത്ത് 500 രൂപ ചപ്പലിട്ട് ഓടിച്ചു എന്ന് പറഞ്ഞിട്ട്, ഷൂസ് ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചപ്പലിട്ട് ഓടിച്ചു എന്ന് പറഞ്ഞു. ഫുൾ അവിടെ അപ്പുറ സൈഡിലും ഇപ്പുറ സൈഡിലും JK രജിസ്ട്രേഷൻ, അതായത് ജമ്മു കാശ്മീർ രജിസ്ട്രേഷൻ അല്ലാത്ത എല്ലാ വണ്ടികളും നിർത്തിയവർ എന്തെങ്കിലും കാര്യം പറഞ്ഞ് പൈസ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിന് റെസിപ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ ഇല്ലീഗലായിട്ടാണ് വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ 10,000 ഫൈൻ എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ അയാൾ ചുരുട്ടിങ്ങനെ നമ്മളെ കൈ കൊടുത്തപ്പോൾ അയാൾ ചുരുട്ടിങ്ങനെ പോക്കറ്റ് വെച്ചിട്ട് പോയി. ആരും കണ്ടൂല, ആരും അറിഞ്ഞൂല. അയാൾക്ക് 500 രൂപ. മറ്റവന്മാർ 1500, രണ്ടവന്മാരുണ്ടായിരുന്നു. ഇതും രണ്ടവന്മാരുണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നു, രണ്ട് സൈഡിലായിട്ട് നിന്ന്. അടുത്ത പെട്ടിക്ക് മുമ്പേ ഷൂസ് ഇടാനുള്ളത്. ഷൂസ് പെട്ടിക്കാതിരിക്കുകയാണ്. ക്രോക്സ്, ഷൂസ് എല്ലാം പെട്ടിക്കാതിരിക്കുകയാണ്. എന്നിട്ടാണ് ഈ ചപ്പലോട്ടുകൊണ്ട് വന്നത്. അതിനും പറ്റി. ഫുൾ ഈ ട്രിപ്പ് അങ്ങ് സ്പോയിലായി. ഡേ അവിടെ നിന്ന് ഭയങ്കര സന്തോഷത്തോടെ കാഴ്ചയൊക്കെ കണ്ടു വന്നതാണ്. അങ്ങ് ഇപ്പോഴും വീണ്ടും പെറ്റി കണ്ടപ്പോൾ ഒരു ഭയങ്കര മനസ്സിൻ്റെ ഒരു വിഷമം. ഇനി ഈ കാർ ഇനി സർവീസ് സെൻറ്ററിൽ കൊടുത്തത് ശരിയാക്കാണ്ട് പറ്റുമോ? നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? അത് നമ്മളെ ഈ രജിസ്ട്രേഷൻ എന്നല്ല, JK അല്ലാത്ത എല്ലാ രജിസ്ട്രേഷനും ഇവർ നിർത്തി എന്തെങ്കിലും പറഞ്ഞ് പെറ്റി വാങ്ങിക്കുന്നുണ്ട്. സത്യം പറയാലോ, ഇന്ത്യയിലാണെന്ന് തോന്നുന്നില്ല കേട്ടോ. എവിടെയോ നമ്മൾ വന്നൊരു ഫീല്. ശരിയാണ്, ഇന്ത്യയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ, ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ശ്രീനഗർ, കാശ്മീരാണ്. അടിപൊളി സ്ഥലം കേട്ടോ, അടിപൊളി. സമയം 3 മണിയായി. പെറ്റിയടിച്ച വിഷമത്തിൽ ഭക്ഷണം പോലും കഴിക്കണമെന്നില്ല. ഇപ്പം വിശപ്പ് നന്നായിട്ട് അടിച്ചത് കൊണ്ട് രാവിലെ ഒരു മാഗിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ KFCയിലെങ്കിലും കയറി കഴിക്കാനുള്ളതായിരുന്നു. അങ്ങനെ എന്താ ബസ്വാൻ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ കയറി. സ്റ്റോഴ്സ് എന്ന് എഴുതിയാണ്, ഫുഡ് തന്നെ. സ്റ്റോറീസ് ഓപ്പൺ ചെയ്യും. നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ കയറി ഇരിക്കുകയാണ്. എന്തായാലും 3 മണിയായി. 2000 രൂപ പോയി. അതിൻ്റെ വിഷമത്തിലാണ് നമ്മൾ. ഫുഡെങ്കിലും കഴിക്കാമെന്ന് കരുതി. നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ള ആസിഫ് പറഞ്ഞ എന്തെങ്കിലും സ്നാക്സ് കഴിച്ചിട്ട് അങ്ങ് ചെന്നാൽ മതി, ഇവിടെ ചെന്നിട്ട് ഫുഡൊക്കെ അറേഞ്ച് ചെയ്യാമെന്ന്. സ്നാക്സ് ഒന്നും കഴിക്കുന്നില്ലെന്ന്. ഇപ്പോൾ കാര്യമായിട്ട് കഴിക്കാൻ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ചിക്കൻ്റെ ഒക്കെ മണം അല്ലേടാ. ഈ കട ഫേമസ് ആണെന്ന് തോന്നണം. എന്താണ് ഇവിടുത്തെ? അപ്പോൾ നമുക്ക് എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചിട്ട് കഴിക്കാം. ഇവിടെ എന്താ സ്പെഷ്യൽ എന്ന് വെച്ചപ്പോൾ വസ്വാൻ താലി എന്ന് പറയും. നമ്മൾ വരുന്നതിന് മുന്നേ ഗൂഗിളും യൂട്യൂബും ഒക്കെ നോക്കി ഫേമസ് ആയിട്ടുള്ള ഫുഡ് സ്പോട്ട്സ് ഒക്കെ നോക്കി ചെന്നു. അപ്പോൾ അതിൽ ഒരു പേരായിരുന്നു ഇത്. ഒരു വസ്വാൻ താലി വാങ്ങിച്ച് കഴിക്കാം. എന്നിട്ട് നമുക്ക് രാത്രി ആസിഫിൻ്റെ അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം. താലി എവിടെ? ലൈറ്റ് താലി മീൻസ് ലിറ്റിൽ ഐറ്റംസ്. मेथी कबाब रिश्ता, मेथी कबाब हाफ रिश्ता, रोगन रोश, പൂസ്തബ ചട്നി. ഇത് പറയാം അല്ലേ? ഇതിൽ റോജൻ ജോഷ് ഇല്ലെന്നേ ഉള്ളൂ. ഏക് വസ്വാൻ താലി. 6500 താലി വരെ ഇതിനകത്തുണ്ട്. क्या क्या है? ये कबाब है। कबाब, तबक मांस। हाँ? तबक मांस। तबक मांस। ये है रोगन जोश। रोगन जोश। ये है रिश्ता। रिश्ता। चिकन और मटन? ये मटन है। ये लैम चिकन, ऑल चिकन, अല്ല ऑल मटन? ये सब मटन है। लैम का गोश्त होता है। लैम का गोश्त। लैम का गोश्त होता है। लैम का गोश्त। ये रोटी मिलेगा? रोटी नहीं मिलेगी सर, बस यहाँ पे यहाँ पे बस राइस और ये बात। राइस चाहिए। राइस और जी सर मिलेगा। और उसके बाद आएगा गोश्ताबा।
वो कर्ड में बना होता है കേടാ कर्ड कर्ड ഓക്കെ ഓക്കെ വളരെ കബാബ്. കബാബ് കുഴപ്പമില്ല. കബാബിൻ്റെ ടേസ്റ്റ്. ഈ സാധനം മട്ടൻ്റെ ആണ്. सर अगर आपको वीडियो किचन में हमको यूट्यूब चैनल हाँ केरला ഇത് കരുവാടിൻ്റെ ടേസ്റ്റ്. അത് സത്താര ഇത് സോസേജ് പോലെ കൊള്ളാം. മട്ടൻ റോജൻ റോഷ് കൊള്ളാം. ഇത് ചോറും എനിക്കൊന്ന് പോട്ടിയൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. മട്ടൻ പോട്ടി കൊള്ളാം. ഇത് കൊള്ളൂല. എന്തായാലും വലിയ സംഭവമൊന്നുമല്ല. ഇതുകൂടെ കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. മട്ടൻ റോജൻ റോഷ് കൊള്ളാം കേട്ടോ, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടണ മട്ടൻ കറി ടേസ്റ്റ്. ഇത് മറ്റേ പോട്ടിക്കറി. ചൂടല്ലേ മറ്റേത് കഴിയും. പക്ഷെ അത്ര ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇത് വെറൈറ്റി. മട്ടൻ ലവേഴ്സിന് ഇഷ്ടപ്പെടും. सर ये आ गया गुश्ताबा, उसके बाद एंड होता है वासवान में जब ये क्या है इसका गुश्ताबा कर्ड में बना होता है. വേറെന്തോ തൈരിലിട്ടുണ്ടാക്കേണ്ട സാധനമൊന്നും പറഞ്ഞു. മട്ടൻ തന്നെ കൊണ്ടു തന്നെ. തൈരിൻ്റെ ഒക്കെ ടേസ്റ്റും എന്താ കഴിച്ചോട്ടെ. അല്ലേ ഓക്കെ, കുഴപ്പമില്ല. കഴിച്ചിട്ട് നമുക്ക് പോവാം. 3 കൊണ്ടു തന്നു. ടേസ്റ്റ് നോക്കിയിട്ട് എടുക്കാൻ പറ്റും. ഏതൊക്കെ ഇഷ്ടമായില്ല. ഇത് റവ കൊണ്ടുണ്ടാക്കിയ എന്തോ ഒരു സാധനമാണ് കേട്ടോ. റവ പുഡിങ്. ഫുഡ് കുഴപ്പമില്ല, അവരുടെ സ്റ്റൈലിന് നല്ലതായിരിക്കും. മട്ടൻ്റെ കളിയായിരുന്നു. ബില്ല് വരുമ്പോൾ അറിയാത്ര 770 രൂപയുടെ മീലാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ അങ്ങനെ കുഴപ്പമില്ല. ക്വാണ്ടിറ്റിയൊക്കെ അത്യാവശ്യം മട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. ഇതും കുഴപ്പമില്ല കേട്ടോ. ആ റവയുടെ സാധനം കൊള്ളായിരുന്നു കേട്ടോ. അത് വേറെയൊക്കെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത്. കൈ നോക്ക്, എത്ര ഹാൻഡ് വാഷ് ഇട്ട് കഴിഞ്ഞിട്ട് പോകുന്നില്ല. മട്ടൻ്റെ ഓയിലും ഒക്കെയാണ്. എനിക്ക് റോജൻ റോഷ് ഇഷ്ടമായി, കബാബും ഇഷ്ടമായി, മറ്റേ ആ ബോളും ഇഷ്ടമായി. ആ കേടിൻ്റെ ബോൾ ഇഷ്ടമായില്ല. കൊള്ളായിരുന്നു. പിന്നെ അവരുടെ ടേസ്റ്റ് ഓക്കെ, ഒരു വെറൈറ്റി സംഭവം കഴിച്ചു. ഓക്കെ, 90 രൂപ, പക്ഷേ 900 രൂപയായി. ഞാൻ ഹിമാലയ എന്ന് എന്നെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്ന ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേ സ്റ്റേ ഗുൽമർഗ് ആണെന്ന് തോന്നുന്നു. ഇത് ഗുൽമർഗ് റൂട്ടാണ്. ഇനി ഒരു 5 കിലോമീറ്ററുടെ ഉള്ളൂ. നമ്മൾ ദൂരെ നിന്ന് കണ്ട ആ മഞ്ഞുമല വളരെ അടുത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുൽമർഗിലാണ് ശരിക്കും മഞ്ഞൊക്കെ അധികം, സ്നോഫോളൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങോട്ടേക്കായിരിക്കും പോകുന്നത് എന്നാണ് തോന്നുന്നത്. സൂര്യൻ ഉദിച്ച് അതിൻ്റെ മുകളിൽ നിന്നിട്ട് അത് ഗ്ലെയർ അടിച്ച് കാണാൻ എന്തൊരു ഭംഗിയെന്ന് നോക്ക്. നല്ല എന്താ പറയുക, ഗ്ലാസ്സിൽ ഇങ്ങനെ വെയിലടിച്ച് നിൽക്കും പോലെ തിളങ്ങും തോന്നുന്നു മല, മഞ്ഞുമല. ഇതൊക്കെയാണ് ഇവിടുത്തെ ഗ്രാമം. ഇവിടുത്തെ വീടുകളുടെ കൺസ്ട്രക്ഷനൊക്കെ ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട്. നമ്മുടെ ഗ്ലാസിൻ്റെ അവസ്ഥ കണ്ടോ, ഇതാണ്. ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, രാത്രിയായാലും വലിയ പാടാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും അധികം എടുക്കാത്തത്. ഗ്ലാസ് താഴ്ത്തിയിട്ട് ഇങ്ങനെ എടുത്താലേ പറ്റത്തുള്ളൂ. നല്ല രസമുണ്ട്. ഇവിടുത്തെ വീടുകളുടെ കൺസ്ട്രക്ഷനൊക്കെ കാണാൻ നമ്മളൊരു സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയൊരു ഫീലുണ്ട് കേട്ടോ, സത്യമായിട്ടും. ഇവിടുത്തെ വില്ലേജൊക്കെ ആട്ടോ, വീടുകൾ നോക്കി അടങ്ങി ഒരു സ്വിറ്റ്സർലാൻഡ് സ്റ്റൈലിലെ വീടുകളാണ്. വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, നേരിട്ട് കാണുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഭംഗിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മൾ കാറിൽ പോകണോണ്ടാണ് പിന്നെ ഇറങ്ങി ഒന്നും കാണിക്കാത്തത്. നമ്മൾ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുമല്ലോ, എന്നിട്ട് എൻ്റെ പരിസരത്തൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാവുമല്ലോ. ഐ തിങ്ക് നമ്മളെടുത്ത റൂമും ഇതുപോലത്തെ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. പുള്ളി ഫോട്ടോസൊക്കെ അയച്ചു തന്നു. അപ്പോൾ എനിക്കതുപോലെ തോന്നുന്നു, അറിയില്ല. എന്തായാലും നമുക്കവിടെ ചെന്ന് ഇപ്പം നമ്മളെത്തും. ഒരു 4:15 ആകുമ്പോൾ എത്തും. ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മളെത്തും. എത്തിയാൽ സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ വേണമെങ്കിലും പോയി വീഡിയോ എടുക്കാമല്ലോ. ആദ്യം കാറൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ പുള്ളി പറഞ്ഞു നേരെ അങ്ങ് വാ, നമുക്ക് അതെല്ലാം സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എവിടെയെങ്കിലും ഷോപ്പിൽ കൊടുത്ത് ഇതിനെ ഒന്ന് ക്ലിയർ ചെയ്താലേ നമുക്ക് മുന്നോട്ടുള്ളൊരു ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗുൽമർഗ് തൻമർഗ് എൻട്രി ഫീസ് 75 റുപ്പീസ് കേട്ടോ.
ഓക്കെ, രസമുള്ള സ്ഥലമാണ്. നമുക്ക് എന്തായാലും വീഡിയോ എടുക്കാം വൈകിട്ട് ഇറങ്ങിയിട്ടെ. അങ്ങനെ നമ്മൾ ട്രിപ്പിൻ്റെ ഒരു 90% എത്തിക്കഴിഞ്ഞു. ശരിക്കും നമ്മൾ ലഡാക്ക് കൂടെയാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിലും ശ്രീനഗർ വരെ എത്തി. ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര സന്തോഷമാണ്. കാരണം കാറിൽ ഇത്രയും ദൂരം നമ്മൾ വളരെ സന്തോഷത്തോടെ എത്തി. എനിക്കതെങ്ങനെ പറയണമെന്നറിയില്ല. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ നേരിട്ട് കാണുന്നത്. എനിക്കത് പറഞ്ഞറിയിക്കാനറിയില്ല. വരും വീഡിയോകളിൽ നമുക്കിതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് ഞാൻ പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ലോക്കൽ ഗൈഡിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അനി വഴി അവൻ്റെ പേരെന്താ, മാഹിൻ വഴി ആസിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഒരു നാട്ടുകാരനാണ് നമുക്ക് ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവിടുത്തെ വില്ലേജും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുക്കണം, ഇവിടുത്തെ ഒരു രീതിയൊക്കെ കാണാനുള്ള ഇഷ്ടം കണ്ടു. അപ്പോൾ പറഞ്ഞു എനിക്ക് ഒരു ദിവസം എൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അയ്യോ അങ്ങനെയൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഉറപ്പായിട്ടും സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞു. പൊതുവേ കാശ്മീരികൾ ഭയങ്കര സൽക്കാരപ്രിയരാണ്. അപ്പോൾ അവർക്ക് ഗസ്റ്റൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആസിഫിൻ്റെ വീട്ടിലാണ് സ്റ്റേ. നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ ശ്രീനഗർ വരെ എത്തിയുള്ള വീഡിയോ എൻഡ് ചെയ്യാം. ആസിഫിൻ്റെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.